നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPIMന്റെ മുതിർന്ന നേതാവും കേരളത്തിലെ കർഷക തൊഴിലാളി സമരങ്ങളുടെ മുന്നണി പോരാളിയുമായിരുന്ന KS ശങ്കരൻ അന്തരിച്ചു. വിട പറഞ്ഞത് പാർട്ടിക്കും ജനങ്ങൾക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച കമ്മ്യൂണിസ്റ്റുകാരൻ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ബിന്ദു ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടാൻ ശ്രമം നടത്തുമെന്ന് നിയുക്ത MP സുരേഷ് ഗോപി. കൊച്ചി മെട്രോ MD ലോക്നാഥ് ബെഹ്റയുമായി ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ടെന്നും നിയുക്ത MP. തൃത്താലയിൽ സ്കൂൾ അധ്യാപിക ജീവനൊടുക്കി. പിന്നാലെ മകളും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അമ്മയും മകളും തമ്മിലുള്ള വഴക്കാണ് ആത്മഹത്യയ്ക്ക് കാരണം. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് പരിശീലനം വീണ്ടും പ്രതിസന്ധിയിലേക്ക്. മന്ത്രി നടത്തിയ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പായില്ല. 10-ാം തീയതി മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം തുടങ്ങുമെന്ന് യൂണിയൻ നേതാക്കൾ. വിശദമായ വാർത്തയിലേക്ക്. CPIMന്റെ മുതിർന്ന നേതാവും കേരളത്തിലെ കർഷക തൊഴിലാളി സമരങ്ങളുടെ മുന്നണി പോരാളിയുമായിരുന്ന വേലൂർ സ്വദേശി KS ശങ്കരൻ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് പറവൂരിലുള്ള മകൾ ലോഷീനയുടെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ബിന്ദു ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. വ്യാഴാഴ്ച പുലർച്ചെ 1 മണിയോടെ നെഞ്ചുവേദനയെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും മരണം സംഭവിക്കുകയുമായിരുന്നു. കർഷക തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, ജില്ലാ പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി, CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി, തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. വേലൂർ പഞ്ചായത്ത് മെമ്പറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നിരവധി ജനകീയ വിപ്ലവ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. ഭൌതിക ശരീരം ഉച്ചയ്ക്ക് 1 മണിവരെ വേലൂരിലെ വസതിയിലും തുടർന്ന് 2:30 വരെ CPMന്റെ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനത്തിന് വെച്ചു. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് പാർട്ടി പതാക പുതപ്പിച്ചു. MLAമാരായ AC മൊയ്തീൻ, സേവ്യർ ചിറ്റ്ലപ്പള്ളി, മുരളി പെരുന്നെല്ലി, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, CPM വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി KD ബാഹുലയൻ മാസ്റ്റർ, കുന്നംകുളം ഏരിയ കമ്മിറ്റി സെക്രട്ടറി MN സത്യൻ, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വിജയൻ മാസ്റ്റർ, വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S വസന്തലാൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും തലപ്പള്ളി താലൂക്കിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട KS ശങ്കരൻ്റെ നിര്യാണം തെരഞ്ഞെടുപ്പിൻ്റെ രാധാകൃഷ്ണൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലും അദ്ദേഹം അനാരോഗ്യം വകവയ്ക്കാതെ ഇടപെട്ടിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. സഖാവ് രാധാകൃഷ്ണൻ്റെ വിജയം അറിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം മകളുടെ വീട്ടിൽ വെച്ച് നിര്യാതനായത്. ത്യാഗപൂർണമായ കമ്മ്യൂണിസ്റ്റുകാർക്കും രാജ്യത്തിൻ്റെ പൊതുപ്രവർത്തകർക്കും മാതൃകയാകേണ്ട സഖാവ് KS ശങ്കരൻ്റെ ജീവിതം എല്ലാവർക്കും പ്രചോദനമേകട്ടെ. തലപ്പള്ളി താലൂക്കിലെ മിക്കവാറും എല്ലാ വീട്ടും പേരുകളും സ്ഥലങ്ങളും ആളുകളെയും എല്ലാം പഴയ ആളുകളെ മുഴുവൻ പേരെടുത്ത് പറയുന്ന KSനെ ഞങ്ങൾ അത്ഭുതത്തോടു കൂടിയാണ് നോക്കി കണ്ടിട്ടുള്ളത്. സഖാവ് KSനോടൊപ്പം പ്രവർത്തിക്കാൻ കിട്ടിയ അവസരം രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായ തീവ്രമായ ഒട്ടേറെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ഉൾക്കൊള്ളുന്നതിനുമൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഈ സാഹചര്യത്തിലും ആ കരുത്തും പൊരുതി നിൽക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശേഷിയും ഒക്കെ തന്നെ ഒരു മാർഗരേഖയായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒന്നാണ്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ മർദ്ദനങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭാര്യ പുഷ്പേച്ചിയും ഒപ്പം തന്നെ പല സമരങ്ങളിലും പങ്കെടുക്കാനും കൈക്കുഞ്ഞുമായി ജയിൽ വാസം അനുഭവിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള നേതാവാണ്. അപ്പോൾ KSനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ തലമുറയ്ക്ക് ഏറ്റവും വളരെ ഊർജ്ജസ്വലമായി അല്ലെങ്കിൽ വളരെ ഉൾക്കൊള്ളുകളത്തോടു കൂടി തന്നെയാണ് അദ്ദേഹത്തിനെ ഓർമ്മിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത്. തുടർന്ന് തിരുവില്ലാമല ഐവർ മഠത്തിൽ സംസ്കാരം നടത്തി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന KV പുഷ്പയാണ് ഭാര്യ. ദേശാഭിമാനിയിൽ ജോലി ചെയ്യുന്ന ഒലീന, ഷോലിന, ലോഷിന എന്നിവർ മക്കളാണ്. CCTV ന്യൂസ്, വേലൂർ. ജനങ്ങളുടെ സ്വന്തം KS എന്ന KS ശങ്കരൻ കടന്നുപോയ വഴിത്താരയിൽ ജീവന് തുല്യം സ്നേഹിച്ച പാർട്ടിക്കും ജനങ്ങൾക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. വിപ്ലവകാരിക്ക് വിശ്രമമില്ല എന്ന ആപ്തവാക്യത്തെ ജീവിതത്തിൽ നടപ്പിലാക്കിയ സഖാവ് തന്റെ 90-ാം വയസ്സിലാണ് പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് വിട പറഞ്ഞത്. 7 പതിറ്റാണ്ട് കാലമാണ് തലപ്പിള്ളിയുടെ വേലൂരിന്റെ സ്വന്തം KS എന്ന KS ശങ്കരൻ തന്റെ കർമ്മമണ്ഡലത്തിൽ നിറഞ്ഞു നിന്നത്.
17ാമത്തെ വയസ്സിൽ ആരംഭിച്ച പൊതുപ്രവർത്തനം 90ാം വയസ്സിലും അവസാനിപ്പിക്കാതെയാണ് KS കടന്നുപോയത്. 1995 വാഴാനി കനാൽ തൊഴിലാളി സമരത്തിന്, 1970 മിച്ചഭൂമി സമരത്തിനും മറ്റും നിരവധി സമരങ്ങൾക്കും ധീരമായി നേതൃത്വം നൽകി. വേലൂർ പള്ളി സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നപ്പോൾ 1952 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വേലൂർ പഞ്ചായത്തിൽ കുറുമാൽ വാർഡിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്ന CP ജോസിനു വേണ്ടി പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി കുമ്മായപ്പാട്ടയും കൊടപ്പന ബ്രഷുമായി രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിയതാണ് ശങ്കരേട്ടൻ. തെരഞ്ഞെടുപ്പിൽ തലപ്പിള്ളി താലൂക്കിൽ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തോടെ CP ജോസ് വിജയം നേടിയതോടെ KS ശങ്കരൻ സ്കൂളിൽ പോക്ക് നിർത്തി. അന്നു മുതൽ കമ്മ്യൂണിസത്തിൽ വിശ്വസിച്ച് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ മുന്നോട്ടിറങ്ങി. തലപ്പിള്ളി താലൂക്കിൽ CPയുടെയും ASN നമ്പീശിന്റെയും ശിഷ്യനായി KS ശങ്കരൻ പാർട്ടി പ്രവർത്തകനായി. 1995 കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി യൂണിയന്റെ ജോയിന്റ് സെക്രട്ടറിയായിരുന്ന കാലത്ത് വാഴാനി കനാൽ തൊഴിലാളിയായിരിക്കെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന കോൺട്രാക്ടറുടെ ദുർനയങ്ങൾക്കെതിരെ ASനൊപ്പം സമരത്തിനിറങ്ങി. സമരത്തെ തുടർന്ന് ജയിൽവാസം അനുഭവിച്ചു. സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനു വേണ്ടി നടത്തിയ സാമൂഹ്യ പ്രക്ഷോഭമായിരുന്ന വേലൂർ മണിമലർക്കാവിലെ മാറുമറയ്ക്കൽ സമരത്തിന്റെ സംഘാടകരിൽ ഒരാളായി. തലപ്പിള്ളി താലൂക്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ നിരവധി സമരങ്ങൾക്ക് വേദിയായിരുന്നു വേലൂർ. ഇതിലെല്ലാം KSന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. 1955 തയ്യൂരിലെ ജന്മി കുടിയൊഴിപ്പിച്ചതിനെ ചെറുത്ത സമരം, വേലൂർ പള്ളി പരിസരത്തെ നെൽപ്പാടത്തിൽ വടക്കേപ്പിരി തെക്കേപ്പിരി വയലിൽ നടത്തിയ സമരം, അങ്ങനെ നിരവധി സമര പരമ്പരകളിൽ KS ശങ്കരൻ നിർണായക പങ്കുവഹിച്ചു. തലപ്പിള്ളി താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ കർഷക തൊഴിലാളികൾ നടത്തിയ സമരങ്ങളുടെ സംഘാടകനായി. പഴയന്നൂർ, ചേലക്കര, തിരുവില്ലാമല, പാഞ്ഞാൾ, ചെറുതുരുത്തി, മുള്ളൂർക്കര, വരവൂർ, ദേശമംഗലം, വടക്കാഞ്ചേരി, തെക്കുംകര, മുണ്ടത്തിക്കോട്, എരുമപ്പെട്ടി, കടങ്ങോട്, കുന്നംകുളം, വേലൂർ എന്നിവിടങ്ങളിലെല്ലാം ദിവസവും 100 കിലോമീറ്ററോളം ദൂരം നടന്നാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമരഭടനായി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. 1963 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാത്രമംഗലം ദ്വയാംഗ മണ്ഡലത്തിൽ നിന്ന് KS ശങ്കരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിച്ച തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. 1960 മുതൽ തുടർച്ചയായി 4 തവണ വേലൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 1970, 77, 1980 വർഷങ്ങളിൽ 3 തവണ ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചിട്ടുണ്ട്. 1955 പാർട്ടി അംഗമായ അദ്ദേഹം 1980-85 വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ദീർഘകാലം CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. KSKTUവിന്റെയും മദ്യവ്യവസായി തൊഴിലാളി യൂണിയൻ CITUവിന്റെയും സംസ്ഥാന കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചു. 1970 മുതൽ 80 വരെ 10 വർഷം നീണ്ടുനിന്ന മിച്ചഭൂമി സമരത്തിന്റെ ഭാഗമായി തലപ്പിള്ളി താലൂക്കിലെ നിരവധി സമരകേന്ദ്രങ്ങളിൽ അദ്ദേഹം നേതൃത്വം നൽകി. തലപ്പിള്ളി താലൂക്കിൽ മിച്ചഭൂമി സമരം നടന്ന പഞ്ചായത്തുകളിലൊന്നാണ് വേലൂർ. കുറുമാലിൽ കുന്നും മൂപ്പിച്ചാക്കുണ്ണിയുടെ ഭൂമിയിൽ നടത്തിയ സമരത്തിന് നേതൃത്വം നൽകിയതിന്റെ ഭാഗമായി അതിക്രൂരമായി മർദ്ദനമേൽക്കേണ്ടി വന്നു. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ വെച്ചും മർദ്ദനമുറകൾക്ക് ഇരയായി. 1955 വാഴാനി കനാൽ സമരം മുതൽ നിരവധി സമരങ്ങളുടെ ഭാഗമായി മാസങ്ങളോളം ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള KS തൃശൂർ ജില്ലയിലെ തന്നെ കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളിൽ ഒരാളാണ്. സംഘടിപ്പിച്ച സമര പരമ്പരയിൽ താനും ഒരു കണ്ണിയായതിൽ അഭിമാനിച്ചുകൊണ്ട് ജീവിച്ച KS എന്ന സമരനായകൻ 90ാം വയസ്സിലും ജീവിതം താണ്ടാൻ ജനങ്ങളോടൊപ്പമുണ്ടെന്ന് പ്രവർത്തനം കൊണ്ട് തെളിയിച്ചാണ് വിടവാങ്ങിയത്. CCTV ന്യൂസ് വേലൂർ. സാംസ്കാരിക നഗരിയിൽ ആവേശമായി സുരേഷ് ഗോപിയുടെ വിജയ ഘോഷയാത്ര. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ചരിത്ര വിജയത്തിനു ശേഷം ആദ്യമായി തൃശൂരിലെത്തിയ നിയുക്ത MP സുരേഷ് ഗോപിക്ക് BJP പ്രവർത്തകർ ആവേശകരമായ സ്വീകരണമാണ് ഒരുക്കിയത്.
തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതിന്റെ ഭാഗമായി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. തൃശൂർ നഗരത്തെ ആവേശം കൊള്ളിച്ച ഘോഷയാത്രയാണ് തൃശൂർ സ്വരാജ് റൌണ്ടിൽ നടന്നത്. തൃശൂർ കളക്ട്രേറ്റ് പരിസരത്ത് നിന്നും അനേകം വാഹനങ്ങളുടെ അകമ്പടിയോടെ സ്വരാജ് റൌണ്ടിൽ പ്രവേശിച്ച് കാവടിയും വാദ്യാഘോഷങ്ങളുമായാണ് പ്രവർത്തകർ വിജയാഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചത്. പ്രത്യേകം സജ്ജീകരിച്ച തുറന്ന വാഹനത്തിൽ BJPയുടെയും BDJSന്റെയും മുന്നണി നേതാക്കളുടെയും നേതൃത്വത്തിലാണ് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് വിജയ ആഹ്ലാദ പ്രകടനം നടന്നത്. BJP നേതാക്കളായ MT രമേശ്, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, A നാഗേഷ്, അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, V ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, KR ഹരി, രഘുനാഥ് C മേനോൻ, BDJS സംസ്ഥാന വൈസ് പ്രസിഡന്റ് അതുല്യ ഘോഷ് തുടങ്ങിയവർ വിജയാഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകി. SISTV ന്യൂസ് കേച്ചേരി. കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടാൻ ശ്രമം നടത്തുമെന്ന് നിയുക്ത MP സുരേഷ് ഗോപി. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കൊച്ചി മെട്രോ MD ലോക്നാഥ് ബെഹ്റയുമായി ഇക്കാര്യം സംസാരിക്കുന്നുണ്ടെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു. ഡൽഹിയിലേക്ക് പോകുന്നതിന് മുമ്പ് തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. മെട്രോയുടെ മുൻപത്തെ MD മുഹമ്മദ് ഹനീഷുമായും ഇതേ കാര്യം സംസാരിച്ചിരുന്നു. ഈ സമയത്താണ് തന്നെ കൊച്ചി മെട്രോയുടെ ബ്രാൻഡ് അംബാസഡറാക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഇവിടുത്തെ ചില ആളുകൾ അത് ചാണകമായി മാറുമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അവർ പാർലമെന്റിൽ ഈ ചാണകത്തെ സഹിക്കട്ടെ. കൊച്ചി മെട്രോ തൃശ്ശൂരിലേക്ക് നീട്ടുന്ന കാര്യം അതിൻ്റെ ഒരു പ്രയോറിറ്റി നീട്ടും എന്നല്ല പറഞ്ഞു, നീട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. അതിപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അതിൻ്റെ ടെക്നിക്കാലിറ്റി അറിയണം. ബെഹ്റാജിയായിട്ട് കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് സംസാരിക്കുന്ന കാര്യമാണ്. ബെഹ്റാജിക്ക് മുമ്പ് ഇരുന്ന് ഹനീഷ് സാറിനോടും സംസാരിച്ച കാര്യമാണ്. അദ്ദേഹം അതുകൊണ്ടാണ് എന്നെ അന്ന് അംബാസഡറാക്കാൻ നോക്കിയത്. അപ്പോൾ ഇവിടുത്തെ ചില ആൾക്കാർക്ക് ഉടനെ അത് ചാണകമായി മാറും എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ പാർലമെന്റിൽ അവർ ഈ ചാണകത്തെ സഹിക്കട്ടെ. തൃശൂർ പൂരം നടത്തുന്നതിന് പുതിയ മാർഗനിർദ്ദേശങ്ങളുണ്ടാകും. ഈ കമ്മീഷണറെയും കളക്ടറെയും മാറ്റാൻ അനുവദിക്കരുത്. അവരെ നിലനിർത്തി പൂരം നടത്തും. ജനങ്ങളുടെ ആരാധന, ആസ്വാദന അവകാശങ്ങളിൽ അന്ന് വീണ മാലിന്യം ശുദ്ധീകരിക്കും. ഇക്കാര്യം കളക്ടറോടും പറഞ്ഞിട്ടുണ്ട്. തൃശ്ശൂർ പൂരം നടത്തുന്നതിന് പുതിയ നറേറ്റീവ് ഉണ്ടാവും, പുതിയ സ്ക്രിപ്റ്റ് ഉണ്ടാവും. അത് ഞാൻ അന്ന് പറഞ്ഞതാണ്. എനിക്ക് ഈ കമ്മീഷണറെയും കളക്ടറെയും നിങ്ങൾ ഒരു കാരണവശാലും മാറ്റാൻ അനുവദിക്കരുത്. അവരെ നിർത്തി അന്ന് തറച്ച് അവരുടെ പൂരം എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റിൽ അന്ന് വീണ മാലിന്യം ശുദ്ധീകരിക്കും, സുഗന്ധപൂരിതമാക്കും. അത് നടത്തുന്നതിനുള്ള പുതിയ സ്ക്രിപ്റ്റ് തന്നെ ഉണ്ടാക്കും. അത് ഇന്നലെ ഞാൻ കളക്ടറോട് പറഞ്ഞു കഴിഞ്ഞു. ഇത് MP എന്ന നിലയിൽ പല വകുപ്പുകളിലുള്ള കാര്യം ചെയ്യാൻ കഴിയും. തൃശൂർക്കാർ തന്നെ തെരഞ്ഞെടുത്താൽ മണ്ഡലത്തിൽ ഒതുങ്ങി നിൽക്കില്ലെന്ന് നേരത്തെ പറഞ്ഞതാണ്. കേരളത്തിനു പുറമെ തമിഴ്നാട്ടിലും പ്രവർത്തിക്കും. എൻ്റെ വർത്തമാനത്തിലും പ്രസംഗങ്ങളിലും ഞാൻ പറഞ്ഞത്, ഞാൻ തൃശ്ശൂർക്കാർ തിരഞ്ഞെടുക്കുന്ന MP ആയാൽ ഞാൻ തൃശ്ശൂർ ഒതുങ്ങി നിൽക്കില്ല. കേരളത്തിന് വേണ്ടിയും കേരളത്തിൻ്റെ പെരിഫറിയിലുള്ള തമിഴ്നാടിനും കർണാടകത്തിൻ്റെ അതിന് ആവശ്യമില്ല. കാരണം അവിടെ എന്നേക്കാൾ മികച്ച ആൺകുട്ടികൾ അവിടെ ഉണ്ട്. തന്നേക്കാൾ മികച്ച ആൺകുട്ടികളുണ്ട് കർണാടകത്തിൽ. മണ്ണുത്തിയിൽ നിന്നും ചങ്ങരംകുളം അല്ലെങ്കിൽ പൊന്നാനി റൂട്ടിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു ക്രോസ് കട്ട് റോഡ് എന്നത് സ്വപ്ന പദ്ധതിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇപ്പോൾ ഒരു ക്രോസ് ബൈപ്പാസ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് അന്ന് മേയർ പറഞ്ഞത് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഞാനത് മണ്ണുത്തിയിൽ നിന്ന് ഒരുപക്ഷെ ചങ്ങരംകുളം അതിനപ്പുറത്തെ പൊന്നാനി റോഡിലേക്ക് കൂടി കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്രോസ് കട്ട്, അതായത് ആവശ്യമില്ലാതെ തൃശ്ശൂർ വന്ന് തിരക്കും വായുമലിനീകരണവും ഇവിടുത്തെ ജീവിതത്തിന് ദുസ്സഹത പകർന്ന് നൽകുന്ന ഒരു ട്രാഫിക്കിനെ ഒഴിവാക്കാനുള്ള ഒരു ക്രോസ് കട്ട് റോഡ്, ഓവർഹെഡ് റോഡ്. CCTV ന്യൂസ് കേച്ചേരി. തൃത്താലയിൽ സ്കൂൾ അധ്യാപിക ജീവനൊടുക്കി. പിന്നാലെ മകളും ആത്മഹത്യാ ശ്രമം നടത്തി. പരുതൂർ മൂർക്കത്തൊടിയിൽ സജിനിയാണ് മരിച്ചത്. സജിനി വെസ്റ്റ് കൊടുമുണ്ട ഗവൺമെന്റ് ഹൈസ്കൂളിലെ UP വിഭാഗം അധ്യാപികയായിരുന്നു. അമ്മയുടെ മരണത്തിന് പിന്നാലെയാണ് സജിനിയുടെ മകളും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. മകൾ പട്ടാമ്പി ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുടുംബ പ്രശ്നമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് നിഗമനം. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. വീടിനകത്ത് കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് 44-കാരിയായ സജിനിയെ കണ്ടെത്തിയത്. മകളാണ് അമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നാലെ ഇവരെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. ഇതിനുശേഷമാണ് അമിതമായി ഗുളികകൾ കഴിച്ച നിലയിൽ മകളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അമ്മയും മകളും തമ്മിൽ വീട്ടിൽ വഴക്കുണ്ടായിരുന്നുവെന്നാണ് വിവരം. അമ്മയുടെ മരണമുണ്ടാക്കിയ ആഘാതമാണ് മകളെയും ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നും പോലീസ് പറയുന്നു. സജിനിയുടെ ഭർത്താവ് പീതാംബരൻ മുൻ സൈനികനാണ്. CCTV ന്യൂസ് തൃത്താല.
കുന്നംകുളം ഗുരുവായൂർ റോഡിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞ് ഗൃഹനാഥന് പരിക്കേറ്റു. കോട്ടപ്പടി സ്വദേശി അഴിയത്ത് വീട്ടിൽ 71 വയസ്സുള്ള അബ്ദുൽ ഖാദറിനാണ് പരിക്കേറ്റത്. കുന്നംകുളം ഭാഗത്തു നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടർ യാത്രികന് തലചുറ്റൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുന്നംകുളം ഗവൺമെന്റ് ഗേൾസ് സ്കൂളിന് സമീപത്ത് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്കൂട്ടറിനും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് പരിശീലനം വീണ്ടും പ്രതിസന്ധിയിലേക്ക്. ഒരു മാസം മുമ്പ് ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാരും ഉടമകളും നടത്തിയ ബഹിഷ്കരണ സമരത്തെ തുടർന്ന് മന്ത്രി നടത്തിയ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാത്തതിലും ഉത്തരവിൽ പുതിയ വ്യവസ്ഥകൾ കൂട്ടിച്ചേർത്തതിലും പ്രതിഷേധിച്ച് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ 10-ാം തീയതി മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം തുടങ്ങും. ടെസ്റ്റ് നടക്കുമ്പോൾ ഗ്രൗണ്ടിൽ അംഗീകൃത പരിശീലകർ ഹാജരാകണമെന്ന വ്യവസ്ഥയാണ് പുതിയ സർക്കുലറിൽ കൂട്ടിച്ചേർത്തത്. ടെസ്റ്റ് നടക്കുമ്പോൾ ഡ്രൈവിംഗ് പരിശീലകരോ സ്കൂൾ ഉടമകളോ ഗ്രൗണ്ടിൽ കയറരുതെന്ന് മുൻപ് ഗതാഗത കമ്മീഷണർ ഇറക്കിയ സർക്കുലറിന് വിരുദ്ധമാണ് പുതിയ നിർദ്ദേശമെന്നും മോട്ടോർ വാഹന നിയമത്തിൽ ഈ വ്യവസ്ഥയില്ലെന്നും സ്കൂൾ ഉടമകളും ജീവനക്കാരും പറയുന്നു. എന്നാൽ ചില ഡ്രൈവിംഗ് സ്കൂളുകളിലെ പരിശീലകർക്ക് മതിയായ യോഗ്യതയില്ലെന്നും അതിനാലാണ് അവർ ഗ്രൗണ്ടിൽ ഹാജരാകാത്തതെന്നുമാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുടെ വാദം. ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളുടെ പഴക്കം മന്ത്രി നടത്തിയ ചർച്ചയിൽ 18 വർഷമായി ഉയർത്തിയെങ്കിലും ഇത് 22 കൊല്ലം ആക്കണമെന്നാണ് CITU യൂണിയൻ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. കെട്ടിക്കിടക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷകൾ തീർപ്പാക്കാൻ അടിയന്തര നടപടിയെടുത്തെന്ന് മന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ അതനുസരിച്ചുള്ള സമയക്രമീകരണം അനുവദിച്ചിട്ടില്ലെന്നും ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ പറയുന്നു. CCTV ന്യൂസ് കേച്ചേരി. പുന്നൂർകുളം സാഹിത്യ സമിതിയുടെ മാധവിക്കുട്ടി സ്മാരക പ്രഥമ പുരസ്കാരം പ്രമുഖ എഴുത്തുകാരി KR മീരയ്ക്ക് ശനിയാഴ്ച വൈകിട്ട് 5-ന് കുന്നത്തൂർ PM പാലസിൽ സമിതിയുടെ വാർഷികം ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സുഷമ മുഖ്യപ്രഭാഷണം നടത്തും. NK അക്ബർ MLA മുഖ്യാതിഥിയാകും. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, വാർഡംഗം ഗോകുൽ അശോകൻ എന്നിവരും വിവിധ സാംസ്കാരിക സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ സാഹിത്യ സമിതി പ്രസിഡന്റ് KB സുകുമാരൻ, സെക്രട്ടറി ഉമ്മർ അറക്കൽ, ഷാജൻ വാഴപ്പുള്ളി, ദിവാകരൻ പനന്തറ എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ ഇടവക ദേവാലയത്തിൽ ചെറിയ തിരുനാളിന് കൊടിയേറി. സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയിലെ ചെറിയ തിരുനാളായി കക്കാട് സെന്റ് ആന്റണീസ് കപ്പടയിൽ ജൂൺ 13-നാണ് പെരുന്നാൾ ആഘോഷിക്കുക. തിരുകർമ്മങ്ങൾക്ക് കാച്ചേരി സെന്റ് മേരീസ് മൈനർ സെമിനാരി ഫാദർ പ്രിഫെക്ട് ഫാദർ പ്രിൻസ് ചിരിയങ്കണ്ടത്ത്, ഇടവക വികാരി ഫാദർ ഡെയ്സൻ മുണ്ടോപുറം എന്നിവർ നേതൃത്വം നൽകി. ജൂൺ 6 വ്യാഴം മുതൽ ജൂൺ 12 ബുധൻ വരെ രാവിലെ ഇടവക ദേവാലയത്തിൽ തിരുനാളിനെ ഒരുക്കമായി വിശുദ്ധ കുർബാനയും നേർച്ച വിതരണവും, വൈകിട്ട് 6:30-ന് സെന്റ് ആന്റണീസ് കപ്പേളയിൽ ലതീഞ്ഞും നൊവേനയും നേർച്ച വിതരണവും ഉണ്ടായിരിക്കും. തിരുനാൾ ദിനമായ ജൂൺ 13-ന് രാവിലെ 6:30-ന് ആഘോഷമായ തിരുനാൾ കുർബാനയും തുടർന്ന് കപ്പേളയിലേക്ക് ബൈക്ക് റാലിയുടെ അകമ്പടിയോടെ വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പ് എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും. തിരുനാൾ കുർബാനയ്ക്ക് മുളയം മേരിമാത മേജർ സെമിനാരി ഫാദർ സിൻഡോ പുറത്തൂർ നേതൃത്വം നൽകും. വൈകിട്ട് 6:30-ന് സെന്റ് ആന്റണീസ് കപ്പേളയിൽ ആരാധനയോടെ തിരുനാൾ വേസ്പരയും കുഞ്ഞന്തോണിമാരുടെ പ്രസുതേന്തി വാഴ്ചയും ആഘോഷമായ തിരുശേഷിപ്പ് പ്രയാണവും വർണ്ണമഴയും നേർച്ചയൂട്ട് കിറ്റ് വിതരണവും ഉണ്ടായിരിക്കും. തിരുനാളിനോടനുബന്ധിച്ച് കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആതുരാലയം സന്ദർശിച്ച് അവർക്കാവശ്യമായ സഹായങ്ങൾ ചെയ്യും. ചെറിയ തിരുനാൾ ആഘോഷങ്ങളുടെ വിജയത്തിനായി ചെയർമാൻ ഫാദർ ഡെയ്സൻ മുണ്ടോപുറം, വൈസ് ചെയർമാൻമാരായി സുപ്പീരിയർ സിസ്റ്റർ ആൻ ജോസ്, കൈക്കാരന്മാരായ ML മാണി, ജോപോൾ V ആലപ്പാട്ട്, പോയിസ് JB, ജനറൽ കൺവീനർ വർഗീസ് ആന്റണി ആലപ്പാട്ട്, ജോയിന്റ് ജനറൽ കൺവീനർ PA ലില്ലി, സബ് കമ്മിറ്റി കൺവീനർമാരായ ML സുനിൽ, NJ ജയ്മോൻ, CN മാനുവേൽ, MR ആൻഡോ, VC ജോസി എന്നിവരടങ്ങുന്ന കമ്മിറ്റി പ്രവർത്തിക്കും. CCTV ന്യൂസ് കുന്നംകുളം. കടവലൂർ പടിഞ്ഞാറ്റുമുറി തറമേത്താഴം തോട് നവീകരിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ 3,93,600 രൂപ ചെലവിട്ടാണ് ഭൂവസ്ത്രം വിരിക്കൽ അടക്കമുള്ള പ്രവൃത്തികൾ നടത്തിയത്. തോടിന്റെ ശോച്യാവസ്ഥ മൂലം ഈ ഭാഗത്ത് മുണ്ടകൻ കൃഷിക്ക് കടുത്ത ജലക്ഷാമമുണ്ടായിരുന്നു. തോട്ടിലെ മാലിന്യങ്ങൾ നീങ്ങി കൂടുതൽ ജലസംഭരണ ശേഷി കൈവന്നതോടെ അടുത്ത കൃഷി സീസണിലേക്ക് കൂടുതൽ വെള്ളം സംഭരിക്കാൻ സാധിക്കുകയും വരൾച്ച ഭീഷണിക്ക് അറുതിയാകുകയും ചെയ്യും.
തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വിജയപരാജയം വ്യക്തമായി പ്രവചിച്ച KH ഖാലിദ് ആറ്റുപുറത്തിന് ആറ്റുപുറം പൗരാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിച്ച് ഒന്നാമതായി എത്തുമെന്നും VS സുനിൽകുമാർ രണ്ടാം സ്ഥാനത്തും K മുരളീധരൻ മൂന്നാം സ്ഥാനത്തും എത്തുമെന്നുമാണ് KH ഖാലിദ് ആറ്റുപുറം നടത്തിയ പ്രവചനം. ആറ്റുപുറം പൗരാവലി നടത്തിയ സ്വീകരണ ചടങ്ങിൽ പൗരാവലി പ്രസിഡന്റ് AT അബ്ദുൾ റഹ്മാൻ പൊന്നാടയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു. പൗരപ്രമുഖരായ ഇസ്മായിൽ ആറ്റുപുറം, മൊയ്തുട്ടി, ഉമ്മർ, ഫൈസൽ, അൻവർ, പാച്ചു, ബഷീർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഗുരുവായൂർ ചവലൂർ പടിയിൽ ഓട്ടോറിക്ഷ ഇടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. തൈക്കാട് പേനത്ത് വീട്ടിൽ മുഹമ്മദ് റൌഫിനാണ് പരിക്കേറ്റത്. രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റയാളെ എക്സ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ പന്തയത്തിന് ശുഭ പര്യവസാനം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകൻ തെക്കൻ ബൈജുവും BJP പ്രവർത്തകൻ സുനിലും തങ്ങളുടെ കാറുകൾ പരസ്പരം പന്തയം വെച്ചത്. ചാവക്കാട് ശ്രീ നാഗേക്ഷി ക്ഷേത്ര പരിസരത്ത് വെച്ചായിരുന്നു ഫലപ്രഖ്യാപനത്തിന്റെ തലേന്ന് പന്തയം വെച്ചത്. BJP ജയിച്ചാൽ ബൈജുവിന്റെ വാഗ്നർ സുനിലിനും, കോൺഗ്രസ് ജയിച്ചാൽ സുനിലിന്റെ മാരുതി സ്വിഫ്റ്റ് ഡിസയർ ബൈജുവിനും കൊടുക്കും എന്നായിരുന്നു പന്തയം. തൃശൂരിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയം കണ്ടതോടെ പന്തയത്തിൽ സുനിൽ വിജയിക്കുകയായിരുന്നു. അമ്പലനടയിൽ വെച്ച് തന്നെ താക്കോൽ കൈമാറ്റം ചെയ്തുവെങ്കിലും സുഹൃത്തായ ബൈജുവിന് സുനിൽ താക്കോൽ തിരിച്ചു നൽകി. ഇരുവരും പരസ്പരം മധുരം കൈമാറി പന്തയം അവസാനിപ്പിക്കുകയായിരുന്നു. വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. നമ്മളെ ബൈജുവിനിട്ട്, കോൺഗ്രസ് പ്രവർത്തകനായ ബൈജുവിനിട്ട് ഒരു ബെറ്റ്. അത് ഈ ഇലക്ഷൻ എണ്ണുന്നതിൻ്റെ തലേ ദിവസം ഒരു 3-ാം തീയതി ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ ബെറ്റ്. സുരേഷ് ഗോപി ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈജുവിൻ്റെ, കോൺഗ്രസ് നേതാവ് ബൈജുവിൻ്റെ വണ്ടി എനിക്ക് തരാം. അതല്ല മുരളീധരൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈജുവിന് എൻ്റെ വണ്ടി തരാം എന്നുള്ളൊരു ബെറ്റ് ഉണ്ടായിരുന്നു. ആ ബെറ്റ് ഞാൻ ഇപ്പോൾ വിജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നൊരു കൈമാറ്റം ഉണ്ടായിരുന്നു ഇവിടെ വെച്ചിട്ട്. അമ്പലനട വെച്ചിട്ട് തന്നെ ഞങ്ങൾ വണ്ടി കൈമാറി. ലാസ്റ്റ് ഞാൻ തിരികെ അങ്ങോട്ട് തന്നെ കൊടുത്തു. ഞാനൊരു കലാകാരനെ കുറിച്ചാണ്. അപ്പോൾ ഒരു അമ്പലത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് കൊടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. അതാ ഞാൻ അവിടെ വെച്ചിട്ട് തന്നെ കൊടുത്ത്. എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല ആ വണ്ടി കൈപ്പറ്റാൻ. അതുകൊണ്ട് ഞാൻ തിരികെ കൊടുക്കുകയാണ് പറയണം. പിന്നെ അതുമാത്രമല്ല, സുരേഷ് ഗോപിയുടെ നല്ല വിജയം അതൊരിക്കലും മറക്കാൻ പറ്റാത്ത വിജയം. അതിന് വേണ്ടി ഞാൻ കുറേ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഈ നമ്മൾ ചാപ്പറമ്പിലായാലും കുറച്ചമ്മരെ എഴുതാൻ വേണ്ടിയിട്ട് അയാൾ എന്നൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. അത് സുരേഷ് ഗോപി ഭയങ്കര വിജയം. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചൊരു 10,000-ൻ്റെ ഉള്ളിൽ വോട്ടാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇത് ഭയങ്കര സംഭവമായി. അത് വനിതകളുടെ പഞ്ചാരിമേളം പരിശീലനം ആരംഭിച്ചു. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ വനിതകൾക്കുള്ള പഞ്ചാരിമേളം പരിശീലനം ആരംഭിച്ചു. പുതുശ്ശേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഐക്യ ആർട്ട് ഫാം കളരിയിൽ ചെണ്ട അധ്യാപകൻ കലാമണ്ഡലം നിഖിൽ ബാലകൃഷ്ണന് കീഴിലാണ് പരിശീലനം ആരംഭിച്ചത്. കുടുംബശ്രീ ചെയർപേഴ്സൺ PG സുജിഷയുടെ നേതൃത്വത്തിൽ ബിദ ഷാജി, മഞ്ജുഷ ബിജു, രജനി, ധന്യ സുബിൻ, ജിഷ രാജേഷ്, സുബിത, അനില എന്നിവരാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. പരിശീലനം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ ഐക്യ കോർഡിനേറ്റർ സുഭാഷ് പി തങ്കൻ, കൃഷ്ണൻ കിടങ്ങൂർ, ഉമ്മർ ചൂണ്ടൽ, സിദ്ധൻ പുതുശ്ശേരി, ജോസ് ചൂണ്ടൽ എന്നിവർ പങ്കെടുത്തു. കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശാസ്ത്ര ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ചാവക്കാട് നഗരസഭയുടെ കൗൺസിൽ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഗുരുവായൂർ നിയോജക മണ്ഡലം MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് യൂത്ത് കോർഡിനേറ്റർ KV അനൂപ് അധ്യക്ഷനായി. ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് HSS 1ാം സമ്മാനം കരസ്ഥമാക്കി. കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 2ാം സ്ഥാനം നേടി. വിജയികൾക്ക് ചാവക്കാട് നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ ക്യാഷ് പ്രൈസും ട്രോഫിയും നൽകി. ജില്ലാ പ്രോഗ്രാം ഓഫീസർ സബിത, ചാവക്കാട് നഗരസഭ യൂത്ത് കോർഡിനേറ്റർ ജാബിർ KU, അഖിൽ, വൃന്ദ, കൃഷ്ണപ്രിയ, സ്നേഹ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ചെരുപ്പ് കൗണ്ടറും കംഫർട്ട് സ്റ്റേഷനും നവീകരിച്ചു. ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ GK പ്രകാശൻ സമർപ്പണം നിർവഹിച്ചു. ട്രസ്റ്റി ബോർഡ് മെമ്പർമാരായ P സുനിൽകുമാർ, KK വിശ്വനാഥൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ NK ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു.
പത്രവായന വളർത്തി വിദ്യാർത്ഥികളിൽ അറിവ് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മലയാള മനോരമ നടത്തുന്ന വായനക്കളരി തിപ്പിലശ്ശേരി ALP സ്കൂളിൽ ആരംഭിച്ചു. കേച്ചേരി എരനെല്ലൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സോളാർ സിസ്റ്റം കമ്പനി മീക്കർ ഇന്ത്യയാണ് സ്കൂളിൽ പത്രം സംഭാവന നൽകിയത്. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ പ്രധാനാധ്യാപകൻ റൊണാൾഡ് ടി ചുങ്കത്തിന് മലയാള മനോരമ പത്രം കൈമാറി മീക്കർ ഇന്ത്യ കമ്പനി ഡയറക്ടർമാരായ ജോവിൻ ജെയിംസ്, ശരത് രമേശ് എന്നിവർ ചേർന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം ഘോഷ് പൂവത്തിങ്കൽ, പൊതുപ്രവർത്തകൻ ഫൈസൽ തിപ്പിലശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. പദ്ധതി പ്രകാരം അധ്യയന വർഷം മുഴുവൻ 10 പത്രങ്ങൾ വീതം വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ലഭിക്കും. പഠിപ്പുര എന്ന പംക്തിയിലൂടെ പഠന വിഷയങ്ങളിലും മികവ് കൈവരിക്കാൻ വായനക്കളരി ഉപകരിക്കും. പരിസ്ഥിതി ദിനാചരണത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് മേഖലയിൽ വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും സഹകരണ സ്ഥാപനങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും നേതൃത്വത്തിൽ ദിനാചരണം നടത്തി. വൃക്ഷത്തൈ നട്ടും വിതരണം ചെയ്തുമായിരുന്നു ദിനാചരണം നടത്തിയത്. വിശദാംശങ്ങളിലേക്ക്. പരിസ്ഥിതി ദിന സംരക്ഷണ ദിനാചരണത്തോടനുബന്ധിച്ച് കുന്നംകുളം പിസാറ്റ് കോളേജിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. പിസാറ്റ് കോളേജ് മാനേജിംഗ് ഡയറക്ടർ സുനിൽ PK ആദ്യ വൃക്ഷം നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് പ്രിൻസിപ്പാൾ ലീന സുനിലും മറ്റ് അധ്യാപകരും വിദ്യാർത്ഥികളും വിവിധ തരത്തിലുള്ള വൃക്ഷങ്ങൾ നടുകയും അതെല്ലാം സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പു നൽകി. സർവ്വസുഗന്ധി, ഗ്രാമ്പു, ബറാബ, കർപ്പൂരം തുടങ്ങി വിവിധയിനം ചെടികളാണ് നട്ടുവളർത്തുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേവസ്വത്തിന്റെ കീഴടമായ കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ വൃക്ഷത്തൈകൾ നട്ടു. ദേവസ്വത്തിന്റെയും ക്ഷേത്രക്ഷേമ സമിതിയുടെയും മാതൃസമിതിയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വാർഡ് കൗൺസിലർ ലബീബ് ഹസൻ, ക്ഷേത്രമേൽശാന്തി നാരായണൻ നമ്പൂതിരി, ക്ഷേമസമിതി പ്രസിഡന്റ് ഗോപകുമാർ എന്നിവർ വൃക്ഷത്തൈകൾ നട്ടു. സെക്രട്ടറി ദേവൻ, ട്രഷറർ മാധവ മേനോൻ, മാതൃസമിതി പ്രസിഡന്റ് ചാന്ദിനി ടീച്ചർ എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം കാണിപ്പയ്യൂർ നാട്ടുവെളിച്ചം കൂട്ടായ്മ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വൃക്ഷത്തൈകൾ നട്ടു. 17-ാം വാർഡ് മുൻ കൗൺസിലർ കാർത്തേനി ചന്ദ്രന്റെ വീട്ടിലാണ് വൃക്ഷത്തൈ നട്ടത്. ചടങ്ങിന്റെ ഉദ്ഘാടനം ജീവകാരുണ്യ പ്രവർത്തക സത്യഭാമ വിശ്വനാഥൻ നിർവഹിച്ചു. നാട്ടുവെളിച്ചം കൂട്ടായ്മ പ്രസിഡന്റ് ജയപ്രകാശ് ഇലവന്ത്ര, സെക്രട്ടറി തിലകൻ, ട്രഷറർ സുനിത ഷൈജൻ, വൈസ് പ്രസിഡന്റ് സജീവൻ MK, ജോയിന്റ് സെക്രട്ടറി MK ചന്ദ്രൻ എന്നിവരും മറ്റു ഭാരവാഹികളും പങ്കെടുത്തു. ചൊവ്വന്നൂർ സെന്റ് മേരീസ് സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് കൃപ സിസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്ന ദിനാചരണം പരിസ്ഥിതി പ്രവർത്തകനും ആസൂത്രണ ബോർഡ് അംഗവുമായ മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രതിനിധി പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഹിത സോണി പരിസ്ഥിതി സംരക്ഷണ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. ഹന്നയും കൂട്ടുകാരും ചേർന്ന് പരിസ്ഥിതി ഗാനാലാപനവും തുടർന്ന് സ്കൂൾ അങ്കണത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് വൃക്ഷത്തെ നടലും നടത്തി. മലബാർ ദേവസ്വം ബോർഡിന്റെ ദേവാങ്കണം ചാരുരഹിതം പദ്ധതിയുടെ ഭാഗമായി മമ്മിയൂർ ക്ഷേത്രത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ NK ബൈജു പദ്ധതി വിശദീകരണം നടത്തി. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ GK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ രേണുക ശങ്കർ ക്ഷേത്ര പരിസരത്ത് വൃക്ഷത്തൈ നട്ട് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ട്രസ്റ്റി ബോർഡ് മെമ്പർമാരായ P സുനിൽകുമാർ, KK വിശ്വനാഥൻ, ജീവനക്കാരുടെ പ്രതിനിധി K ജ്യോതിശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്രം ജീവനക്കാരും ഭക്തജനങ്ങളും പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞയെടുത്തു. ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷം നടന്നു. കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ല, ചൊവ്വന്നൂർ BRC, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടന്ന ലോക പരിസ്ഥിതി ദിനാഘോഷം ചൊവ്വന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് ആൻസി വില്യംസ് വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ മുഖ്യാതിഥിയായി. കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ മുഖ്യപ്രഭാഷണം നടത്തി. ചൊവ്വന്നൂർ BPC ഡോക്ടർ P ലിജു പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ചൂണ്ടൽ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മാഗി ജോൺസൺ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, പഞ്ചായത്ത് അംഗങ്ങളായ NS ജിഷ്ണു, KT ബാലകൃഷ്ണൻ, പഞ്ചായത്ത് സെക്രട്ടറി KE ഉണ്ണി, കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജയകൃഷ്ണൻ നമ്പി, കൃഷി ഓഫീസർ റിജിത്ത്, സ്കൂൾ പ്രധാനാധ്യാപിക CP ഷീജ എന്നിവർ സംസാരിച്ചു. കൂനമുച്ചി ബാങ്കിന്റെ സഹകരണത്തോടെ ചൂണ്ടൽ കൃഷിഭവൻ വിദ്യാർത്ഥികൾക്ക് തെങ്ങിൻ തൈ, പച്ചക്കറി വിത്ത് തുടങ്ങിയവ വിതരണം ചെയ്തു. അധ്യാപകരും വിദ്യാർത്ഥികളും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കലാപരിപാടികളും അവതരിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കായി പരിസ്ഥിതി ദിന ക്വിസും നടത്തി. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് DYFI നടപ്പിലാക്കുന്ന ഹരിത ഭാവിയിലേക്കുള്ള യാത്ര ഹരിതവീഥി നിർമ്മാണത്തിന് തുടക്കമായി. DYFI മറ്റം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മറ്റം കുനമുച്ചി റോഡിന്റെ വശങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനം DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് NS ജിഷ്ണു നിർവഹിച്ചു. മറ്റം മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് VM വിനോദ് അധ്യക്ഷനായി. കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, കവി ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ, PJ സ്റ്റൈജു മാസ്റ്റർ,
CPIM മറ്റം ലോക്കൽ സെക്രട്ടറി KS ദിലീപ്, CITU ഏരിയ ജോയിന്റ് സെക്രട്ടറി C അംബികേശൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ പുഷ്പലത സുധാകരൻ, മേഖലാ സെക്രട്ടറി ജിജിൽ പൈനിത്തടം, മേഖലാ ട്രഷറർ അമൽ എന്നിവർ മരത്തൈ നട്ടു. കൂടാതെ മറ്റം സെന്ററിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ കളക്ടർ സ്ഥാപിച്ചു. മേഖലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശരത് രാമനുണ്ണി, അരുൺ തിരുത്തി എന്നിവർ നേതൃത്വം നൽകി. കേച്ചേരി അല്ലമീൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യൂണിറ്റ് ഏറ്റെടുത്ത ദത്തുഗ്രാമത്തിൽ തെങ്ങിൻ തൈകൾ വിതരണം ചെയ്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൃഷി ഓഫീസർ P റിജിത്ത് പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ സുജ ഫ്രാൻസിസ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ യമുന, PTA പ്രസിഡന്റ് PA സാദിഖ്, സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ CM ബിജു, അധ്യാപകരായ VK ഷിജോ, ജനീഷ് മജീദ്, ജീസൺ ജെ കാക്കശ്ശേരി എന്നിവർ സംസാരിച്ചു. ചൂണ്ടൽ കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. NSS പ്രോഗ്രാം ഓഫീസർ S ഷാനി, വളണ്ടിയർ ലീഡർമാരായ അമീൻ അസ്ലം, ഹിദ, ഐഷ ഹംദ എന്നിവർ നേതൃത്വം നൽകി. കണ്ടാണശ്ശേരിയിൽ പരിസ്ഥിതി സൗഹൃദ ശൃംഖല തീർത്തു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. ദിനാചരണം കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ PK ആസീസ്, രമാ ബാബു, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, പബ്ലിക് ഹെൽത്ത് നഴ്സ് KM ഷമീന എന്നിവർ സംസാരിച്ചു. ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, ശ്രീകൃഷ്ണ കോളേജിലെ NCC കേഡറ്റുകൾ എന്നിവർ അണിനിരന്ന് പരിസ്ഥിതി സൗഹൃദ ശൃംഖല തീർത്ത് പ്രതിജ്ഞാവാചകം ഏറ്റുചൊല്ലി. തുടർന്ന് ആശുപത്രി പരിസരം വൃത്തിയാക്കി വൃക്ഷത്തൈകൾ നട്ടു. വേലൂർ കുറുമാൽ ആയുർജാക്ക് ഉടമ വർഗീസ് തരകൻ സൗജന്യമായി വിതരണം ചെയ്ത ബലവൃക്ഷങ്ങളാണ് ആശുപത്രി വളപ്പിൽ നട്ടത്. കളമൊരുക്കാം പരിസ്ഥിതിക്ക്, കാവലൊരുക്കാം വരും തലമുറയ്ക്ക് എന്ന സന്ദേശത്തോടെയുള്ള SDPI കുന്നംകുളം മണ്ഡലം ക്യാമ്പയിന്റെ ഭാഗമായി ലോക പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷത്തൈ നട്ടു. SDPI കരിക്കാട് ബ്രാഞ്ചിന് കീഴിൽ നടന്ന പദ്ധതിയുടെ മണ്ഡലം തല ഉദ്ഘാടനം മണ്ഡലം സെക്രട്ടറി KM റഫീഖ് നിർവഹിച്ചു. ബ്രാഞ്ച് പ്രസിഡന്റ് ഷെരീഫ് ആലുങ്ങൽ, സെക്രട്ടറി PA അനസ്, വൈസ് പ്രസിഡന്റ് MR ആബിദ്, റാഫി താഴത്തേതിൽ എന്നിവർ പങ്കെടുത്തു. 7th കേരള ഗേൾസ് ബറ്റാലിയൻ NCC തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ MD കോളേജ് പഴഞ്ഞിയിൽ NCC SW കേഡറ്റ്സ് പരിസ്ഥിതി ദിനം ആചരിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് മാത്യു, ANO ക്യാപ്റ്റൻ ഡോക്ടർ ഷഹീദ KS എന്നിവരുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ നട്ടു. തുടർന്ന് ബോധവൽക്കരണ റാലി നടത്തി. കാട്ടകമ്പാൽ കൃഷിഭവനും NCC കേഡറ്റ്സും സംയോജിതമായി പരിസ്ഥിതി ദിന ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയും തുടർന്ന് കൃഷി ഓഫീസർ അനൂപ്, അശ്വതി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ, ഹോമിയോ ഡോക്ടർ നിഖിൽ എന്നിവർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. കൃഷി ഓഫീസിൽ നിന്ന് തൈകൾ നൽകുകയും കേഡറ്റ്സ് കൃഷി ഓഫീസിലേക്ക് പരിസ്ഥിതി സൗഹൃദ പേപ്പർ ബാഗുകൾ സമ്മാനിക്കുകയും ചെയ്തു. അരുവായി അങ്കണവാടിയിലെ കുട്ടികൾക്കും പഴഞ്ഞി മാർ ബസേലിയോസ് സ്കൂളിലെ കുട്ടികൾക്കും പരിസരത്തെ വീടുകളിലും സമീപത്തെ കടകളിലും വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. KGOF ചാവക്കാട് കുന്നംകുളം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാഘോഷം പഴഞ്ഞി GVHSSൽ വെച്ച് നടന്നു. KGOF താലൂക്ക് പ്രസിഡന്റ് ഡോക്ടർ പ്രിയ P.യുടെ അധ്യക്ഷതയിൽ കാട്ടകമ്പാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ കുന്നംകുളം ഫീൽഡ് ഓഫീസർ ജയൻ പരിസ്ഥിതി സംരക്ഷണം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. പ്രകൃതിയും മനുഷ്യനും എന്ന വിഷയത്തെ ആധാരമാക്കി നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ +2 വിദ്യാർത്ഥികളായ അഞ്ജന അശോകൻ, റുവേഡ KR, കൃഷ്ണാഞ്ജലി എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. വിജയികൾക്കുള്ള സമ്മാനദാനം ബബിത ഫിലോ, വാർഡ് മെമ്പർ KT ഷാജൻ, പ്രിൻസിപ്പൽ വെങ്കിട്ടമൂർത്തി എന്നിവർ നിർവഹിച്ചു. ഹരിത ക്ലബിലെ വിദ്യാർത്ഥികൾക്കുള്ള പച്ചക്കറി വിത്ത് വിതരണം ഡോക്ടർ പ്രിയ സ്കൂൾ പ്രിൻസിപ്പൾക്ക് കൈമാറിക്കൊണ്ട് നിർവഹിച്ചു. യോഗത്തിൽ വാർഡ് മെമ്പർ KT ഷാജൻ, ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ നിയാസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പാഷൻ ഫ്രൂട്ട്, സീതപ്പഴം എന്നിവയുടെ തൈകൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നട്ടു. റിജിത് P സ്വാഗതവും പ്രിൻസിപ്പൽ ഗുരുമൂർത്തി നന്ദിയും പറഞ്ഞു. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ആറ്റുപുറം യൂത്ത് വിംഗ് ചാരിറ്റബിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. ക്ലബ് പ്രസിഡന്റ് നാസിഹ്, കമ്മിറ്റി ഭാരവാഹികളായ നാഹിൽ, ഫഹദ്, യൂനസ്, ഷെഫീദ് എന്നിവരും രക്ഷാധികാരികളായ ബക്കർ തോട്ടേക്കാടൻ, ടിപ്പു ആറ്റുപുറം, ഹൈദ്രു ഹാജി തുടങ്ങിയവരും പങ്കെടുത്തു. ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഇബ്രാഹിം സംസാരിച്ചു. സെക്രട്ടറി ഫഹദ് നന്ദി പറഞ്ഞു. തിരുവള്ളന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് വ്യത്യസ്തമായാണ് ഈ വർഷം സമൃദ്ധി 2024 ആചരിച്ചത്. യൂണിറ്റിന്റെയും വിവിധ ക്ലബ്ബുകളുടെയും ആഭിമുഖ്യത്തിൽ ബലവൃക്ഷത്തൈകൾ പ്രിൻസിപ്പൽ ഇൻചാർജ് ഷീന ജോർജിന് വിദ്യാർത്ഥികൾ കൈമാറി. തുടർന്ന് പരിസ്ഥിതി ദിന ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. സഹപാഠിക്ക് വീടൊരുക്കുന്ന പദ്ധതിയും ആരംഭിച്ചു. വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളിലൂടെയാണ് യൂണിറ്റ് വീടുപണിക്കാവശ്യമായ തുക കണ്ടെത്തിയത്. ബിരിയാണി ചലഞ്ച്, കൂപ്പൺ ചലഞ്ച്, സ്നാക്സ് ചലഞ്ച്, സ്ക്രാപ്പ് ചലഞ്ച് തുടങ്ങി വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളാണ് യൂണിറ്റ് നടത്തിയത്.
കൂടാതെ സുമനസ്സുകളുടെ സഹായവും പ്രവർത്തനം കാര്യക്ഷമമാക്കി നടത്താൻ സാധിക്കുന്നു. സ്കൂൾ PTA പ്രസിഡന്റും ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ ബിജു പള്ളിക്കര, സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി പ്രസിഡന്റ് ജോമി തോമസ്, പ്രിൻസിപ്പാൾ ഇൻചാർജ് ഷീന ജോർജ്, ജിനി സി ഗീവർ, പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ രേണുക ജ്യോതി, വളണ്ടിയേഴ്സ് മുഹമ്മദ് നിഹാൽ, നിവേദ്യ, നന്ദന, സിനിൽ എന്നിവർ പ്രോഗ്രാമിന് നേതൃത്വം നൽകി. ഹെറിറ്റേജ് റൈറ്റ്സ് ആൻഡ് കമ്മ്യൂണിറ്റി കുന്നംകുളത്തിന്റെ നേതൃത്വത്തിൽ കലശമല ഇക്കോ ടൂറിസം സെന്റർ വൃത്തിയാക്കി. കലശമല ഉദ്യോഗസ്ഥരായ അഭിജിത്ത്, വാസന്തി, വിദ്യ എന്നിവരും പങ്കെടുത്തു. റോയൽ എൻഫീൽഡ് ASM ആൽബർട്ട് ചെറിയാൻ വിശിഷ്ടാതിഥിയായി. റൈഡ് കോർഡിനേറ്റർ CR രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ വിഷ്ണു, ഹാരിസ്, വിവേക് മിഥുൻ, സോണി അവിനാശ് തുടങ്ങി 25ഓളം അംഗങ്ങൾ പങ്കെടുത്തു. സംഘത്തിന്റെ നേതൃത്വത്തിൽ 3ാം വർഷമാണ് കലശമല വൃത്തിയാക്കുന്നത്. തയ്യൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ രാജീവ് ഗാന്ധി റൂറൽ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഹൈബ്രിഡ് ഫലവൃക്ഷ തൈകൾ വച്ചുപിടിപ്പിച്ചു. ആയുർ ജാക്ക്, ഒട്ടുമാവ്, പേര, റംബുട്ടാൻ, സീതാപ്പഴം തുടങ്ങി ബഡ് ചെയ്ത നിരവധി വൃക്ഷത്തൈകളാണ് വെച്ചുപിടിപ്പിച്ചത്. സ്കൂളിലെ ഹരിതം പരിസ്ഥിതി ക്ലബിന്റെ രൂപീകരണവും ഇതോടൊപ്പം നടന്നു. ക്ലബ് അംഗങ്ങളെ ഗ്രൂപ്പുകളായി തിരിച്ച് വൃക്ഷത്തൈകളുടെ പരിപാലനം ചുമതലപ്പെടുത്തുകയും മികച്ച രീതിയിൽ തൈകൾ സംരക്ഷിക്കുന്ന ഗ്രൂപ്പിന് ക്യാഷ് അവാർഡുകൾ നൽകുമെന്നും സഹകരണ സംഘം ഭാരവാഹികൾ പറഞ്ഞു. പ്രധാനാധ്യാപിക രമ ടീച്ചർ, രാജീവ് ഗാന്ധി റൂറൽ സഹകരണ സംഘം പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ PN അനിൽ മാസ്റ്റർ, ഡയറക്ടർമാരായ ലക്ഷ്മി മേനോൻ ചിങ്ങപുരത്ത്, ഗ്രേസി ജോഷി, സെക്രട്ടറി ജോയ്സി VL എന്നിവർ നേതൃത്വം നൽകി. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള പച്ചക്കറി വിത്ത് വിതരണം പരിപാടി കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരായ സ്വപ്ന, ബൈജു എന്നിവർ നിർവഹിച്ചു. സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ചന്ദ്രൻ മാസ്റ്റർ, ശരണ്യ ടീച്ചർ, ഡിനോയ്, സ്വരൂപ്, പ്രിയങ്ക, ഷീജ, ഔസേപ്പുണ്ണി എന്നിവർ പങ്കെടുത്തു. ഹരിതം ക്ലബ്ബ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് ശരണ്യ ടീച്ചറുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. ഭൂപുനഃസ്ഥാപനവും മരുവൽക്കരണം, വരൾച്ച എന്നിവയ്ക്കെതിരെയുള്ള പ്രതിരോധവും എന്ന ഈ വർഷത്തെ പരിസ്ഥിതി ദിന പ്രമേയം നടപ്പിൽ വരുത്തുന്നതിന്റെ ഭാഗമായി ഗവൺമെന്റ് LP സ്കൂൾ കുട്ടഞ്ചേരിയിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. പ്രധാനാധ്യാപിക KM ശ്രീജാബായ് ടീച്ചർ സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് OV ഷനോജ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ് മാസ്റ്റർ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. വരും തലമുറയ്ക്ക് വേണ്ടി പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി കവിതയിലൂടെ കുട്ടികളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ് മുഖ്യാതിഥിയായി. MPTA പ്രസിഡന്റ് ഉദയകൃഷ്ണ, SMC ചെയർമാൻ KA മനോജ്, OSA ചെയർമാൻ KV ഷൈബു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് കുട്ടഞ്ചേരിയിലെ മികച്ച കർഷകനായ പരമേശ്വരൻ കുട്ടികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി. പെരുമ്പിലാവ് TMVHS സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ VA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് അബു പുത്തൻകുളം സ്വാഗതം പറഞ്ഞു. സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൾ മുനീർ മാസ്റ്റർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിച്ചു. നമ്മുടെ മണ്ണ് നമ്മുടെ ഭാവി എന്ന ആശയത്തെ മുൻനിർത്തി വൈസ് പ്രസിഡന്റ് ഫൗസിയ മാവിൻ തൈ നട്ടു. തുടർന്ന് കുട്ടികളുടെ പ്രകൃതി സംരക്ഷണ കവിതകളും ഫ്ലാഷ് മോബ് എന്നിവയും അവതരിപ്പിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ രാജു ഡേവിഡ് നന്ദി പറഞ്ഞു. തൊഴിയൂർ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഡ് കൗൺസിലർ ഫൈസൽ പൊട്ടത്തേൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അഷ്റഫ് CM അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികൾ പരിസ്ഥിതി ദിന പ്രതിജ്ഞയെടുത്തു. വിവിധ കലാപരിപാടികളും നടന്നു. സ്കൂൾ പ്രധാനാധ്യാപിക പ്രീതി PS സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ബിജു KV നന്ദിയും പറഞ്ഞു. വയലത്തൂർ ഈസ്റ്റ് ALP സ്കൂളിൽ അധ്യാപകരും കുട്ടികളും ചേർന്ന് പരിസ്ഥിതി ദിന പ്രതിജ്ഞയെടുത്തു. ഹെഡ് മാസ്റ്റർ ജിയോ ജോർജ് സന്ദേശം നൽകി. കുട്ടികളും രക്ഷിതാക്കളും തയ്യാറാക്കിയ പരിസ്ഥിതി സംരക്ഷണ സന്ദേശങ്ങളടങ്ങിയ പോസ്റ്ററുകൾ വിദ്യാലയത്തിൽ പ്രദർശിപ്പിച്ചു. 4ാം ക്ലാസ്സുകാരി വിദ്യുക TV കൊണ്ടുവന്ന വൃക്ഷത്തൈ ഹെഡ് മാസ്റ്ററും 1ാം ക്ലാസ്സുകാരും ചേർന്ന് സ്കൂൾ വളപ്പിൽ നട്ട് പരിസ്ഥിതി ദിനം ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ കൊണ്ടുവന്ന വൃക്ഷത്തൈകളും ചെടികളും അധ്യാപകരുടെ സഹായത്തോടെ നട്ടു. സ്കൂൾ പരിസരത്തെ മരങ്ങളും ചെടികളും ചുറ്റുപാടും പരിചയപ്പെടുത്തുന്നതിനായി അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രകൃതിയാത്ര സംഘടിപ്പിച്ചു. പ്രവർത്തനങ്ങൾക്ക് അധ്യാപകരായ AACC, വിൻസി ജോസ് V, ഫ്ലെമി C പ്രസാദ്, മിനി CG എന്നിവർ നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. പെരുമ്പിലാവ് TMVHS സ്കൂളിൽ ഒഴിവുള്ള ED ടീച്ചർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനുള്ള അഭിമുഖം വെള്ളിയാഴ്ച നടക്കും. രാവിലെ 11-ന് സ്കൂൾ ഓഫീസിലാണ് അഭിമുഖം. 50% കുറയാതെ MCOM, B.Ed സെറ്റ് ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും കൃത്യസമയത്ത് എത്തണമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ TJ പോളിയെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജനോട് അപമര്യാദയായി പെരുമാറി എന്ന പരാതിയിൽ നടത്തിയ അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് സസ്പെൻഡ് ചെയ്തത്. ചാലിശ്ശേരി റോയൽ ഡെന്റൽ കോളേജിലെ
പ്രോസ്റ്റോഡോണ്ടിക് വിഭാഗത്തിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള അസോസിയേറ്റ് ഫെലോഷിപ്പ് ഇൻ ലേസർ ഡെന്റിസ്ട്രി പ്രോഗ്രാം നടത്തി. ജൂൺ 3 മുതൽ 5 വരെ വേൾഡ് ക്ലിനിക്കൽ ലേസർ ഇൻസ്റ്റിറ്റ്യൂട്ടും ലേസർ ഇന്ത്യ അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം കോളേജ് ചെയർമാൻ കല്ലയിൽ സെയ്തു ഹാജിയും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനുരാധ സുനിലും ചേർന്ന് നിർവഹിച്ചു. മുഖ്യ നിർദ്ദേശക ഡോക്ടർ സുകന്യ സെൽവരംഗ നേതൃത്വം നൽകി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 25ഓളം ഡോക്ടർമാർ പങ്കെടുത്തു. എസ്തെറ്റിക് ഡെന്റിസ്ട്രി വിദഗ്ധൻ ഡോക്ടർ അരുൺ വർഗീസ് ക്ലാസ് നയിച്ചു. വേനൽ അവധി കഴിഞ്ഞ് കുട്ടികൾ സ്കൂൾ മുറ്റത്തെത്തി. കുട്ടികളെ വരവേൽക്കാൻ പ്രവേശനോത്സവവും വിദ്യാലയങ്ങൾ ഗംഭീരമാക്കി. അംഗൻവാടികളിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി. SSLC, +2 ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ ആദരവും ഒരുക്കി. ചെമ്മണ്ണൂർ AKG റോഡ് 101 നമ്പർ അംഗൻവാടി പ്രവേശനോത്സവം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 28ാം വാർഡ് കൗൺസിലർ ഷീജ ഭരതൻ, ഗംഗാധരൻ മാഷ്, മേഞ്ചേരി വിജയൻ, അനുവിന്ദ് അഭിലാഷ് എന്നിവർ സംബന്ധിച്ചു. കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും യുവതാ ക്ലബ്ബും പഠനോപകരണങ്ങൾ നൽകി. കുന്നംകുളം ബദനി മാനേജ്മെന്റിന് കീഴിലുള്ള ബദനി സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിന്റെ പ്രവേശനോത്സവം ബദനി സെന്റ് ജോൺസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. കുഞ്ഞു സമ്മാനങ്ങളുമായി അധ്യാപകർ കുരുന്നുകളെ വരവേറ്റു. ബദനി മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, സെന്റ് ജോൺസ് പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OIC, സെന്റ് മേരീസ് സ്കൂൾ പ്രിൻസിപ്പൽ റീന ഡേവിസ്, അധ്യാപകർ, സെന്റ് മേരീസ് കുരുന്നുകൾ എന്നിവർ ചേർന്ന് തിരിതെളിയിച്ച് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. തുടർന്നു നടന്ന സമ്മേളനത്തിൽ ബദനി മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പ്രശസ്ത കവയിത്രി സുഗതകുമാരിയുടെ ഒരു തൈ നടാം എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരവും നടന്നു. പ്രകൃതി സംരക്ഷണ സന്ദേശവുമായി പെരുമ്പിലാവ് അൻസാർ സ്കൂളിൽ മെറിറ്റ് ഡേയും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. SSLC, +2 പരീക്ഷകളിൽ മജ്ലിസ് പരീക്ഷയിലും മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന മെറിറ്റ് ഡേയുടെ അനുമോദന സദസ്സിന്റെയും ഉദ്ഘാടനം പൂർവ്വ വിദ്യാർത്ഥിനിയും UPSC റാങ്ക് ഹോൾഡറുമായ ഡോക്ടർ തസ്ലിം M. ഖാദർ നിർവഹിച്ചു. അക്കാദമിക് വിജയത്തോടൊപ്പം ജീവിത നൈപുണ്യവും മൂല്യങ്ങളും പുതിയ തലമുറയിൽ ഊട്ടിയുറപ്പിക്കുന്നതിൽ അൻസാർ വഹിക്കുന്ന പങ്ക് സ്തുത്യർഹമാണെന്നും അതാണ് തന്നെ വിജയത്തിലേക്ക് നയിച്ചതെന്നും ഡോക്ടർ തസ്ലിം പറഞ്ഞു. മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. ഫലവൃക്ഷത്തെ സമ്മാനമായി നൽകി. അൻസാർ ട്രസ്റ്റ് മാനേജിംഗ് കമ്മിറ്റി അംഗം EM മുഹമ്മദ് അമീൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അൻസാർ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ്, മാനേജ്മെന്റ് അംഗം EV മുഹമ്മദ് ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രിൻസിപ്പാൾ ഇൻചാർജ് ഷൈനി ഹംസ, അലുമിനി പ്രസിഡന്റ് ഡോക്ടർ നജ്മുദ്ദീൻ, PTC രക്ഷാധികാരി VT സൈനബ്, അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സമ്മാനദാനം നിർവഹിച്ചു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളുമുണ്ടായി. അക്കാദമിക് കോർഡിനേറ്റർ ഫരീദ മുഹമ്മദ്, ജൂനിയർ പ്രിൻസിപ്പാൾമാരായ നിമ്മി MK, ഷെബിത, സെലീന, രവ്യ, സാജിദ, റസാഖ്, ബബിത തുടങ്ങിയവർ നേതൃത്വം നൽകി. വെസ്റ്റ് മങ്ങാട് പൊന്നം അങ്കണവാടിയിൽ പോർക്കുളം പഞ്ചായത്ത് അംഗം വിജിത പ്രജി ഉദ്ഘാടനം ചെയ്തു. ALMSC അംഗം ഡെന്നിസ് മങ്ങാട് അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ അനിത, ആശാവർക്കർ ബീന, നീന ഷെറിൻ, നിമ്മി, അംഗൻവാടി അധ്യാപിക TK ബിന്ദു എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്ക് മധുരപലഹാരങ്ങളും സമ്മാനങ്ങളും നൽകി. 10-12 ക്ലാസുകളിൽ മുഴുവൻ A+ഓടുകൂടി വിജയിച്ച വിദ്യാർത്ഥികളെ ജമാഅത്തെ ഇസ്ലാമി അക്കിക്കാവ് പുരുഷ വനിതാ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. യൂണിറ്റ് സെക്രട്ടറി AK അബ്ദുൽ കരീം അധ്യക്ഷനായി. ജമാഅത്തെ ഇസ്ലാമി അക്കിക്കാവ് യൂണിറ്റ് പ്രസിഡന്റ് TV മുഹമ്മദ് യൂസഫ്, വനിതാ യൂണിറ്റ് പ്രസിഡന്റ് ഫർസാന ഇക്ബാൽ എന്നിവർ വിജയികൾക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചുകൊണ്ട് താജുദ്ദീൻ മൗലവി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ചടങ്ങിൽ വിജയികളായ ഫാത്തിമത്തുൽ ഫർഹാന, നാമിർ നിഷാദ്, അസ്ല AA എന്നിവരെ വനിതാ യൂണിറ്റ് പ്രവർത്തകർ അനുമോദിച്ചു. മൊയ്തീൻ ബാവ, അബ്ദുൽ ഫത്താഹ്, അബ്ദുൽ ലത്തീഫ്, സുമയ്യ മൻസൂർ, സജന ഷാജഹാൻ, ജാസ്മിൻ MH എന്നിവർ നേതൃത്വം നൽകി. പുന്നയൂർക്കുളം പഞ്ചായത്ത് തല അംഗൻവാടി പ്രവേശനോത്സവം ചമ്മന്നൂർ 30ാം നമ്പർ അംഗൻവാടിയിൽ വിവിധ പരിപാടികളോടുകൂടി നടത്തി. പുന്നയൂർക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാറിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. K ഷാഫി, KB ശ്രീഷ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ICDS ഓഫീസർ ബിന്ദു സ്വാഗതവും ആശാവർക്കർ ശ്രീഷ നന്ദിയും പറഞ്ഞു. കുട്ടികൾക്ക് സമ്മാനപ്പൊതികളും സർട്ടിഫിക്കറ്റ് വിതരണവും ഉണ്ടായിരുന്നു. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 7 500 ഈസ്റ്റിലെ സെന്റർ നമ്പർ 49, 57 അംഗൻവാടികളിൽ പ്രവേശനോത്സവം വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ മിൻഡോറനി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളും രക്ഷിതാക്കളും ALMSC അംഗങ്ങളും പങ്കെടുത്ത ചടങ്ങിൽ കുട്ടികളെ മധുരപലഹാരങ്ങളും സമ്മാനങ്ങളും നൽകി സ്വാഗതം ചെയ്തു. കിടങ്ങൂർ 118 നമ്പർ അംഗൻവാടി പ്രവേശനോത്സവം വാർഡ് മെമ്പർ TP ലോറൻസിന്റെ നേതൃത്വത്തിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ KK മണി ഉദ്ഘാടനം ചെയ്തു.
കുട്ടികൾക്ക് മധുരപലഹാരങ്ങളും പായസവും സമ്മാനങ്ങളും നൽകിയാണ് പ്രവേശനോത്സവം നടത്തിയത്. മുൻ കടങ്ങോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഗിജ സുമേഷ്, CDS മെമ്പർ റജുല അബ്ദുൾ വഹാബ്, ICDS ഓഫീസർ ലിജി, അംഗൻവാടി ടീച്ചർ അൽഫോൺസ, ബിനിത, കുട്ടികളുടെ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കുചേർന്നു. കുന്നംകുളം നെപ്പൻസ് റോഡ് ശാന്തിഭവൻ അംഗൻവാടിയിൽ വാർഡ് കൗൺസിലർ ബീന രവി ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ സന്ദീപ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ALMSC അംഗങ്ങളായ ഡെന്നിസ് മാസ്റ്റർ, സൂസന്ന ടീച്ചർ, ആശാ വർക്കർ സുനിത, അംഗൻവാടി അധ്യാപിക പ്രീതി എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകളും മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. കടവലൂർ അൽഹയാത്ത് ഇംഗ്ലീഷ് സ്കൂളിൽ കടവലൂർ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ നസ്രത്ത് അബ്ദുൽ ഖാദർ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ചെയർമാൻ ഖാദർ അധ്യക്ഷത വഹിച്ചു. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി കോഡ് റോബോ ക്ലാസ് സംഘടിപ്പിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായി. സജിത വിശ്വംഭരൻ, മാനം കണ്ടത്ത് മുഹമ്മദ് ഹാജി, M ഹസൻകുട്ടി, മോഡേൺ ബഷീർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സ്കൂൾ മാനേജർ AA സൈനുദ്ദീൻ സ്വാഗതവും അധ്യാപിക ഷമീറ നന്ദിയും പറഞ്ഞു. പുന്നേർകുളം പഞ്ചായത്ത് 15ാം വാർഡ് അംഗൻവാടിയിൽ അധ്യാപകരായ നിമ്മി, സുനിത, SDPI ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് യഹിയ മന്ദലാങ്ങുന്ന്, പുന്നേർകുളം പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സുബൈർ മന്ദലാങ്ങുന്ന്, ബ്രാഞ്ച് പ്രസിഡന്റ് അനസ് ഖാലിദ്, സക്കരിയ പൂക്കാട്ട്, മജീദ് ഉൾപ്പെടെ പാർട്ടി പ്രവർത്തകരും അനുഭാവികളും രക്ഷിതാക്കളും പങ്കെടുത്തു. 17ാം വാർഡ് അംഗൻവാടിയിൽ അധ്യാപിക സ്മിത അധ്യക്ഷത വഹിച്ചു. 17ാം വാർഡ് മെമ്പർ ബുഷറ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപിക ഗീത, SDPI ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി ജബ്ബാർ അണ്ടത്തോട്, പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി തൗഫീഖ്, ബ്രാഞ്ച് പ്രസിഡന്റ് നൌഷാദ് എന്നിവർ കുട്ടികൾക്ക് സമ്മാനപ്പൊതിയും മധുരവും നൽകി. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് 14 കാഞ്ഞിരത്തിങ്കൽ അംഗൻവാടി നമ്പർ 38-45 പ്രവേശനോത്സവം വാർഡ് മെമ്പർ MA അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു. പുതിയ കുട്ടികൾക്കും പഠിത്തം കഴിഞ്ഞു പോകുന്നവർക്കും മെമ്പറുടെ വക ഉപഹാരങ്ങൾ നൽകി. ചടങ്ങിൽ അധ്യാപകരായ ലീല, തങ്കമണി, ഹെൽപ്പർമാരായ സബീന, സുനിത, ആശാവർക്കർ സിന്ധു ഗോപാൽ, വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ ബേബി, റസീന, തങ്ക, അനിത, ശോഭ, ഉണ്ണി എന്നിവർ പങ്കെടുത്തു. കടങ്ങോട് പഞ്ചായത്തിലെ വാർഡ് 18-ൽ 104, 106 നമ്പർ അംഗൻവാടികളിൽ അംഗൻവാടി അധ്യാപകരായ ഷാജി, സിന്ധു എന്നിവർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സൈബുന്നിസ ഷറഫു കുരുന്നുകൾക്ക് പഠനോപകരണങ്ങളും മധുരവും കൊടുത്ത് സ്വീകരിച്ചു. ആശാവർക്കർ ശ്രീജ, ALMSC അംഗങ്ങൾ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. ഷറഫു പന്നിത്തടം, സലാം വലിയകത്ത്, രഞ്ജുമാഷ് എന്നിവർ സംസാരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6715 രൂപ, പവന് 53720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 97 രൂപ. ചരമം ഇരിങ്ങപ്പുറം പുളിക്കപ്പറമ്പിൽ കുട്ടി അയ്യപ്പൻ നിര്യാതനായി 75 വയസ്സായിരുന്നു. സംസ്കാരം ഒരുമനയൂർ പഞ്ചായത്ത് പൊതുശ്മശാനത്തിൽ നടത്തി. ശാരദ ഭാര്യയാണ്. വിപിൻ, വിജിൽ, ജിതിൻ എന്നിവർ മക്കളാണ്. കുന്നംകുളം കാണിയമ്പാൽ ടെമ്പിൾ റോഡിൽ നടുവിൽ പുരയ്ക്കൽ പരേതനായ ഭാസ്കരൻ ഭാര്യ കൗസല്യ നിര്യാതയായി 79 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭ വാതക ശ്മശാനത്തിൽ നടന്നു. പരേതനായ മനോജ്, വിനോദ് എന്നിവർ മക്കളാണ്. തിരുത്തിക്കാട് ചാണയിൽ വീട്ടിൽ ചന്ദ്രൻ മാസ്റ്റർ നിര്യാതനായി 80 വയസ്സായിരുന്നു. ഒതലൂർ LP സ്കൂൾ റിട്ടയേർഡ് പ്രധാന അധ്യാപകനായിരുന്നു പരേതൻ. ശാന്ത ഭാര്യയാണ്. പരേതനായ വിനോദ്, സന്തോഷ്, രജുള എന്നിവർ മക്കളാണ്. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. വേലൂർ ഒലക്കെങ്കിൽ മണലി വളപ്പിൽ തോമസ് ഭാര്യ ഫിലോമിന നിര്യാതയായി 90 വയസ്സായിരുന്നു. സംസ്കാരം വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടന്നു. വാഗ ചീരൻ വറീദ് മകൻ ജോർജ് നിര്യാതനായി 73 വയസ്സായിരുന്നു. സംസ്കാരം വാഗ സെന്റ് സെബാസ്റ്റ്യൻ പള്ളി സെമിത്തേരിയിൽ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPIMന്റെ മുതിർന്ന നേതാവും കേരളത്തിലെ കർഷക തൊഴിലാളി സമരങ്ങളുടെ മുന്നണി പോരാളിയുമായിരുന്ന KS ശങ്കരൻ അന്തരിച്ചു. വിട പറഞ്ഞത് പാർട്ടിക്കും ജനങ്ങൾക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച കമ്മ്യൂണിസ്റ്റുകാരൻ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ബിന്ദു ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടാൻ ശ്രമം നടത്തുമെന്ന് നിയുക്ത MP സുരേഷ് ഗോപി. കൊച്ചി മെട്രോ MD ലോക്നാഥ് ബെഹ്റയുമായി ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ടെന്നും നിയുക്ത MP. തൃത്താലയിൽ സ്കൂൾ അധ്യാപിക ജീവനൊടുക്കി. പിന്നാലെ മകളും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അമ്മയും മകളും തമ്മിലുള്ള വഴക്കാണ് ആത്മഹത്യയ്ക്ക് കാരണം. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് പരിശീലനം വീണ്ടും പ്രതിസന്ധിയിലേക്ക്.
മന്ത്രി നടത്തിയ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പായില്ല. 10-ാം തീയതി മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം തുടങ്ങുമെന്ന് യൂണിയൻ നേതാക്കൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.